ഇന്ന് നമുക്കൊരു കിഡിലൻ 16 പാനൽ കുർത്തി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണാം. വളരെ സിമ്പിളായിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ 3 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കോട്ടൺ ടൈപ്പ് ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലോത്തിനെ ഞാനിവിടെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൊത്തത്തിലല്ല, നമ്മുടെ യോക്ക് പോർഷൻ്റെ ഇറക്കത്തിലും വീതിക്കും അനുസരിച്ച് 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോർമൽ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ അളവുകൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഇത് പ്രിൻറ്റഡ് ക്ലോത്താണ്. പ്രിൻറ്റഡ് ക്ലോത്ത് വരുമ്പോൾ ചിലപ്പോൾ ഡിസൈൻ ഒരു വശം മുകളിലേക്കും അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് ഡിസൈൻ താഴ്വശത്തേക്കുമായിരിക്കും വരുന്നത്. അത് നമ്മൾ ഇങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡ്രസ്സിൻ്റെ ഭംഗി അത് ബാധിക്കും കേട്ടോ, ഡിസൈൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ മുകളിൽ നിന്നും കട്ട് ചെയ്ത് ഇതിനെ 2 പീസാക്കി എടുക്കുന്നുണ്ട്. ഏതൊരു ഡിസൈൻ ക്ലോത്ത് ആവുമ്പോഴും നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഈ ഡിസൈൻ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ബാക്ക് പോർഷൻ്റെ ഡിസൈൻ മുകളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷനും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പോർഷൻ എത്ര ഇറക്കത്തിലാണ് വേണ്ടത് എന്ന് നോക്കാം. എനിക്ക് യോക്ക് പോർഷൻ വേണ്ടത് 14 ഇഞ്ചിലാണ്. ഈ 14 ഇഞ്ചിൻ്റെ കൂടെ മുകൾ വശത്തൊരു 1/2 ഇഞ്ചും താഴ്വശത്തൊരു 1/2 ഇഞ്ചും അടക്കം 1 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. വീതി എടുക്കേണ്ടത് നിങ്ങൾക്ക് എത്രയാണോ ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരളവാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട് എങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എനിക്ക് വേണ്ടത് 8 ഇഞ്ചാണ്. 7.5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് 8 ഇഞ്ച് എടുത്ത് ഇവിടെ ഇത് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യാം. ആം ഹോളും കറക്റ്റായിട്ട് 8 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യാറുള്ളത്. ഷോൾഡർ എത്രയാണോ അത് തന്നെയാണ് ആം ഹോളും. എന്നിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവെടുക്കാം. എനിക്ക് 10 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൂട്ടുന്നത്. നിങ്ങൾ 2 ഇഞ്ച് കൂട്ടുന്നുണ്ടെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ 1 ഇഞ്ച് കൂട്ടുന്നത് കൊണ്ട് തന്നെ 11 ഇഞ്ച് ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി വേണ്ടത് ഏറ്റവും താഴ്വശത്തെ വീതിയാണ്. അവിടെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് 9 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് അടക്കം 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ 2 ഇഞ്ചാണ് കൂട്ടിയത് എങ്കിൽ ഇവിടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് നെക്കിൻ്റെ പോയിൻ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് വേണ്ടത്, പക്ഷെ അവിടെ ഒരു 2.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്ക് ഞാൻ ഡയറക്റ്റായിട്ട് കട്ട് ചെയ്യുന്നില്ല, പക്ഷെ നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു നെക്ക് പോർഷൻ അവിടെ മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഷോൾഡർ ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇവിടെ താഴ്വശം ഒരു 1/4 ഇഞ്ചോളം കയറ്റി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് യോക്ക് പോർഷനിൽ ഡയറക്റ്റായി കട്ട് ചെയ്യാനുള്ളത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കാം. 10 ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത്. ആ 10 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് സ്ലീവിന് ഫോൾഡ് ചെയ്യേണ്ട. 1 ഇഞ്ച് കുറച്ചിട്ട് 9 ഇഞ്ച് വീതിക്ക് നമുക്കിതുപോലെ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിതാ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 എടുത്തിരിക്കുന്നത്. പക്ഷെ ഫസ്റ്റ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഡിസൈനൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു സ്ലീവിൻ്റെ ഇറക്കം എടുക്കുന്നത് 13 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിൻ്റെ വീതി നോക്കാം. 9 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്കിത് ഈ ഒരു സൈഡിൽ വെച്ചിട്ട് ഒരു 3 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഏറ്റവും താഴ്വശം നമുക്ക് വേണ്ടുന്ന വീതി പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പം ഞാനിത് ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലീവും തയ്യാറായി. ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ലീവും അതുപോലെ യോക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ക്ലോത്താണ് ഇവിടെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 70 സെൻറ്റിമീറ്ററാണ് എനിക്ക് സ്ലീവിനും യോക്ക് പോർഷനും കൂടി വേണ്ടി വന്നിരിക്കുന്നത്. ബാക്കി വന്ന 2.25 മീറ്ററിലധികം ക്ലോത്തിനെ ഇതുപോലെ ഞാനിവിടെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായി ഒരു ചുളിവുമില്ലാതെ വിരിച്ചിടാം. അതിനുശേഷം
നമുക്കിതിനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിതിനെ കൃത്യമായി ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായി വിരിച്ചിടാം. ഇവിടെ നമുക്കിത് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ടോട്ടൽ നമുക്ക് 8 ഫോൾഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് 16 ഫോൾഡ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലോത്തിനെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യേണ്ടതുണ്ട്. കണ്ടോതാ, ഇതുപോലെ ഒന്നുകൂടി ഒന്ന് കൃത്യമായിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യാം കേട്ടോ. ചുളിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 16 പീസായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ഇറക്കം മാർക്ക് ചെയ്യാം. എത്രയാണോ ഇറക്കം വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യാം. എനിക്ക് 36 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ മുകളിൽ ഒരു 1/2 ഇഞ്ചും താഴെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി 1 ഇഞ്ചും അടക്കം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടിതാ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആ ഒരു അളവിത ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല തിക്നെസ് ഉണ്ടാവും, അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം. വീതി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത യോക്ക് പോർഷൻ്റെ അളവ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കാം. 10 ഇഞ്ചാണല്ലേ വരുന്നത്. ഈ 10 ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സൈഡിലേക്കാണ് 4 ഭാഗമാക്കിയതിൽ ഒന്നാണ് കേട്ടോ 10 ഇഞ്ച്. അപ്പോൾ ഒരു ഭാഗം 10 ആവുമ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങളും കൂടി വരുമ്പോൾ 40 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പാനൽ കട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനിതാ 40 ഇഞ്ച് വെച്ചിട്ടുണ്ട്. അതിനെ ഹരിക്കണം 16. നമ്മൾ 16 പീസാണ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ 16 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 16 കൊണ്ട് ഹരിക്കുമ്പോൾ 2.5 ആണ് വരുന്നത്. അതായത് യോക്ക് പോർഷൻ്റെ താഴ്വശത്തെ അളവിനെ നമുക്ക് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന അളവാണ് നമുക്കിപ്പോൾ വേണ്ടത്. അത് 2.5 ആണ് കിട്ടിയത്. ഈ 2.5നെ നമ്മൾ തയ്യൽ തുമ്പൊന്നും കൂട്ടാതെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അളവുണ്ടല്ലോ, ഇവിടെ നമുക്കത് കിട്ടുന്നത് 1.25 ഇഞ്ചാണ്. ഈ 1.25 ഇഞ്ച് നമുക്ക് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് കൂട്ടണം. അപ്പോൾ 1.25 ഇഞ്ച്. 2 സൈഡിലും നമുക്ക് തയ്യൽ തുമ്പ് വേണം. ഒരു 1/4 ഇഞ്ച് 2 സൈഡിലേക്കുമായിട്ട് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 1.25 ഇഞ്ചാണ്. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒരു വശത്താണ് നമ്മൾ ഫസ്റ്റ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. മുകൾ വശത്ത് ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഞാൻ 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കുറച്ച് അടുത്ത് പോയിട്ട് നോക്കാം കേട്ടോ. കണ്ടോ, ഇവിടെ മുകൾ വശത്ത് നമ്മൾ 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ താഴ്വശത്തേക്കാണ് അളവുകൾ മാർക്ക് ചെയ്യേണ്ടത്. അതും നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മുകളിൽ നമ്മൾ ആ ഒരു സൈഡിലാണ് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. പക്ഷെ താഴ്വശത്ത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സെയിം രീതിയിൽ മാർക്ക് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ഏത് ഭാഗത്താണോ മാർക്ക് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് താഴ്വശത്ത് 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഒരു പോയിന്റ് ഇവിടെ താഴ്വശത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റേ പോയിന്റ് മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. ഇനി അത് രണ്ടും തമ്മിൽ യോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ, ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്കതിനെ താഴ്വശത്തേക്ക് ഷെയ്പ്പ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഷെയ്പ്പ് എന്ന് പറയുമ്പോൾ കുഴിച്ചിട്ടല്ല കേട്ടോ, നമ്മളൊന്ന് ചരിച്ച് മാർക്ക് ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് 2 പോർഷനും ഈക്വലായിട്ട് വരുന്ന വിധം സെൻറ്ററിൽ കൂടി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ ഈസി ആയിരിക്കില്ല. കാരണം 16 പീസും കട്ട് ചെയ്തെടുക്കണം ഒറ്റ തവണ തന്നെ. അപ്പോൾ ഞാനിവിടെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങൾ കൃത്യമായി വീഡിയോ നോക്കുക. എന്നിട്ട് ഈ ഒരു പീസ് ഉണ്ട്, ആ ഒരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോർഷൻ മുകളിലേക്ക് വരുന്ന വിധം തിരിച്ചിട്ടെടുക്കുക. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് 8 ഇഞ്ച് ഫ്രണ്ടിലേക്കും 8 ഇഞ്ച് ബാക്കിലേക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് നമ്മുടെ പാനലിംഗ് കുർത്തിയുടെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു അനാർക്കലി കുർത്തി. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിതാ ഒരു സൈഡ് ഭാഗം ഇതുപോലെ 2ആയി കട്ട് ചെയ്തിട്ടാണ് കിട്ടുക. ബാക്കിയൊക്കെ ഇതൊരു പീസാണ്. പക്ഷേ
ഈ സൈഡുള്ള ഭാഗം മാത്രം ഇത് രണ്ടായിട്ട് ഇതുപോലെ ഡിവൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ 2 പീസും നമ്മുടെ ഡ്രസ്സിൻ്റെ 2 സൈഡിലും വെച്ച് കൊടുക്കുക. അത് ഫ്രണ്ടിലായാലും ബാക്കിലായാലും അങ്ങനെ തന്നെ ചെയ്താൽ നമുക്കതൊരു വൃത്തികേടായിരിക്കില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടെ നമ്മളിതാ കുറച്ച് പീസുകൾ 18 പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു രീതിയിലാണ് നമുക്ക് വരുന്നത്. ഫുള്ളൊന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പാനലിങ് കുർത്തിയുടെ പാനലാണിത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല വശം ഒരു പീസ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നല്ല വശം വെക്കുക കേട്ടോ, ആ ഒരു പീസിൻ്റെ. എന്നിട്ട് സൈഡിലൂടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സാധാരണ എല്ലാവരും ചെയ്യാറുള്ള ഒരു മിസ്റ്റേക്കാണ്, ഇതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് 3rd പീസ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ താഴ്വശത്ത് കുറച്ച് ബാലൻസ് ആയിട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് 2 പീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്യുക. ആദ്യം ഒരു 2 പീസ് ജോയിൻ്റ് ചെയ്യുക, അതിനുശേഷം വീണ്ടും ഒരു 2 പീസ് ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം ഈ 2 പീസും എടുത്ത് 4 പീസാക്കുക. പിന്നെ ഈ 4 പീസ് വരുന്നത് ജോയിൻ്റ് ചെയ്യുമ്പോൾ 8 പീസ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ബാക്ക് പോർഷനും ഈ 2 പീസ് തമ്മിൽ ജോയിൻ്റ് ചെയ്യുക, അത് 4ആയി ജോയിൻ്റ് ചെയ്യുക. പിന്നെ ആ 4 തമ്മിൽ ജോയിൻ്റ് ചെയ്യുമ്പോൾ 8 പീസായില്ല. അങ്ങനെയാണ് നമ്മളിത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുകൾ വശത്തേക്കാളും താഴ്വശം നല്ല വീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടുക. നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മോശം വശം വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടതാ, ഇതുപോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. ഓരോ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. തയ്യൽ തുമ്പ് അധികം കൂട്ടാൻ പാടില്ല കേട്ടോ. 1/2 ഇഞ്ചൊക്കെ കൂടുകയാണെങ്കിൽ നമ്മൾ അളവിനെ ബാധിക്കും. അപ്പോൾ 1/4 ഇഞ്ച് എടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്യുമ്പോൾ ചെറിയ 2 പീസ് കിട്ടിയില്ല, അതിതാ ഈ ബാക്ക് പോർഷൻ്റെ 2 സൈഡിലും ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധാരണ എത്രയാണോ നെക്കിൻ്റെ വീതി വേണ്ടത് അത് കറക്റ്റായിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ക്യാൻവാസിൽ മാർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ തയ്യൽ തുമ്പൊന്നും വിടണ്ട. അപ്പോൾ ഞാനിത് ഇവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. 6 ഇഞ്ചാണ് കേട്ടോ ഞാൻ സാധാരണ നെക്കിൻ്റെ ഇറക്കം എടുക്കാറുള്ളത്. ആ 6 ഇഞ്ചും ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഒരു ബോക്സ് ആക്കി എടുക്കാം. അതിനുശേഷം മുകളിൽ നിന്നും ഇതുപോലെ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.25 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പോയിന്റിൽ നിന്നും നമ്മുടെ നെക്കിൻ്റെ ആ ഒരു എൻഡ് പോയിന്റിലേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം താഴ്വശത്തേക്ക് 1 ഇഞ്ച് വിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കതും കൂടി ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആ നെക്കിൻ്റെ പോർഷൻ ക്യാൻവാസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഒരു ക്യാൻവാസ് ഷീറ്റ് കൂടി എടുക്കാം. അത് ബാക്ക് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലും ഇവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇറക്കം ഒരു 4 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. എന്നിട്ട് അതും ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം റൗണ്ട് നെക്കാണ് ബാക്കിൽ ചെയ്യുന്നത്. അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ താഴെ 1 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ മാർക്ക് ചെയ്യാതെ കട്ട് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ടും കട്ട് ചെയ്യാം. ഇപ്പോൾ അതിനെയൊക്കെ ഇതുപോലെ ഒരു പീസ് ക്ലോത്തിൽ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും ഒക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ക്ലോത്തിലേക്ക് വരുന്ന വിധം വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് അവിടെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളത് കൃത്യമായി ഒട്ടിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒക്കെ നെക്കിൻ്റെ ഈ ഒരു സൈഡ് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ യോക്ക് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ വെച്ചിട്ട് കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ സെൻറ്റർ പോയിൻ്റ് എടുക്കുക, അതിന് മുകളിൽ ഈ നെക്ക് പോർഷൻ വെക്കുക. എന്നിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് ഉള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്.
ഇതിൻ്റെ പിറകു വശം നമ്മൾ ജസ്റ്റ് ഒന്ന് തുന്നിക്കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ ബാക്ക് പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് പെർഫെക്റ്റ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിലും ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ യോക്കിലേക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. യോക്ക് പോർഷൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്കേർട്ട് പോർഷൻ്റെ നല്ല വശം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൂടെ പതുക്കെ മൂവ് ചെയ്തിട്ട് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും താഴ്വശം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ട് സ്ലീവും ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ആം ഹോൾ എടുക്കാം. എന്നിട്ട് സെൻറ്റർ പോയിന്റിൽ സ്ലീവിൻ്റെ നല്ല വശം വെച്ചിട്ട് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ച് മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്ത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ സൈഡുകൾ തമ്മിൽ യോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ലീവ് മുതൽ താഴ്വശം വരെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് രണ്ട് സൈഡും യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സ്റ്റിച്ചിങ് പ്രോസസ്സ് പൂർത്തിയായിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാനൽ കുർത്തിയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. താഴ്വശത്ത് നല്ല ലെയറിൽ ഇത് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. 3 മീറ്റർ ക്ലോത്ത് കൊണ്ട് നല്ല ലെയറിലുള്ള ഒരു പാനൽ കുർത്തിയാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് പെട്ടെന്ന് വരും. അതുവരെ ബൈ, ടേക്ക് കെയർ.